ഈ വിശുദ്ധ റമദാനിൽ എല്ലാവരെയും പോലെ വിശ്വാസികൾ നോമ്പെടുക്കുക അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെയുണ്ട്. എൻ്റെ ജീവിതത്തിലും നോമ്പും അതുപോലെ തന്നെ പിന്നെ ഇഫ്താറും അത്തരം കാര്യങ്ങളൊക്കെ, പിന്നെ ബാക്കിയുള്ള നമസ്കാരങ്ങൾ, തറാവീഹ് നമസ്കാരം, പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ചെയ്യാനായിട്ട് പരമാവധി പരിശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ നോമ്പിന് മാത്രമാണ് ഞാൻ പുറത്തേക്ക് 2 യാത്ര നടത്തിയത്. ഒന്ന് KMCC ബാംഗ്ലൂരിലേക്കും, പിന്നൊന്ന് നമ്മുടെ തൃശ്ശൂരിലെ കുടുംബയോഗത്തിനും. നല്ല അനുഭവമായിരുന്നു. കുറേ നല്ല സുഹൃത്തുക്കളെയും അത്തരം ആളുകളെയും ഒക്കെ ലഭിക്കുകയുണ്ടായി. പക്ഷേ ഇത്തവണത്തെ ഈ നോമ്പിനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട, മനസ്സിന് തൃപ്തി തോന്നിയ ചില കാര്യങ്ങളുണ്ട്. എപ്പോഴും നമ്മൾ ഈ നമ്മുടെ ശരീരത്തിനും നമ്മുടെ ബാധ്യതയും വേറൊന്നുമില്ലാത്ത കൃത്യമായി നടന്ന് പള്ളിയിൽ പോവുക, അല്ലെ വണ്ടിയിൽ പോവുക, അവിടെ ഇരുന്ന് നിസ്കരിക്കുക. ഇപ്പോൾ പള്ളികളൊക്കെ വളരെ ശീതീകരിച്ച സംവിധാനങ്ങളാണ്. വീട്ടിലിരിക്കുന്നതിനേക്കാൾ നല്ല സുഖമാണ് പള്ളിക്കകത്തിരിക്കുന്നതൊക്കെ. വളരെ സമാധാനമായി ചെയ്യുക, അതൊക്കെ വേണ്ടതാണ്, അടിസ്ഥാന കർമ്മങ്ങളാണ്. പക്ഷേ ഈ പറയുന്ന വിയർത്തും മെനക്കെട്ടും സംഘടിപ്പിച്ചും ആളുകളെ സഹായിക്കുന്നതും ഇതിനേക്കാളൊക്കെ ഏറെ ശ്രേഷ്ഠമാണ്. പ്രവാചകൻ ഒരു ആത്മീയ ജീവിയേക്കാൾ ഒരു വലിയ സാമൂഹ്യ ജീവിയായിരുന്നു എന്ന് നമ്മൾ പഠിച്ചാൽ മനസ്സിലാവും. സാമൂഹ്യ ജീവിതത്തിലേക്ക് ഈ ആത്മീയതയുടെ തലങ്ങളെ കൂടി സന്നിവേശിപ്പിച്ച ഏറ്റവും മികച്ച ഉദാഹരണമായിരുന്നു പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഓർക്കുമ്പോൾ ഈ റമദാനിൽ മറക്കാനാകാത്ത ചില സന്ദർഭങ്ങളുണ്ട്. അതിലൊന്ന്, 2 കണ്ണിനും കാഴ്ചയില്ലാത്തൊരു ചെറുപ്പക്കാരൻ. അദ്ദേഹം താമസിക്കുന്ന വീടിന് അകലെയാണ് ഒരു ബാത്റൂം. അവിടെ വെക്കാനൊക്കെ ഉള്ളൂ ആ വീട്ടിലെ സാഹചര്യം വെച്ച്. അത് ഇടിഞ്ഞ് പൊളിഞ്ഞ് നാശമായി തകർന്ന് കിടക്കുകയായിരുന്നു. എന്നിട്ട് ആ പ്രാഥമിക ആവശ്യ പൂർത്തീകരണത്തിനായി പുള്ളി 5-6 ജില്ലകൾക്കപ്പുറത്തൊരു ജില്ലയിലെ ഒരു സ്ഥാപനത്തിൽ പോയി നിൽക്കുകയായിരുന്നു. എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കൂട്ടുകാരെ ആലോചിച്ചപ്പോൾ ഒരു കൂട്ടുകാരൻ, പ്രിയപ്പെട്ട ഫിറോസ്, എന്നോടൊപ്പം സമയമില്ലാതിരുന്നിട്ട് പോലും അവിടെ വന്നത് കണ്ടു. ഞാൻ വിളിച്ച് നിർബന്ധിച്ച് കൊണ്ടുപോയതാ. കണ്ടിട്ട് അതിമനോഹരമായി ഒരു 10-75,000 രൂപയോളം മുടക്കി ഏറ്റവും നല്ല സംവിധാനങ്ങളൊക്കെ ആയിട്ട് ആ ബാത്റൂം പൂർത്തിയാക്കി അവന് കൈമാറിയത്. അത് ഏറ്റവും വലിയ സന്തോഷമാണ്. നാളെ അവൻ മരണപ്പെടുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ മയ്യത്ത് തുണി എൻ്റെ കണക്ക്, 3-ാം ഫാത്തിഹ എൻ്റെ കണക്കെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വരും. അത് വലിയ സന്തോഷം ഉണ്ടാക്കിയൊരു സംഗതിയാണ്. രണ്ടാമത്തേത്, ഈ വിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട യൂസുഫ് അലീക്ക ഈ പള്ളിയിൽ പോകുന്ന മനുഷ്യർക്കായി നൽകാനായി കുടകൾ, നമ്മൾ കാലൻ കുട എന്ന് വിളിക്കുന്ന വലിയ കുട വാങ്ങി എത്തിച്ചിരുന്നു. അത് കുറേ മനുഷ്യർക്ക് നൽകി ഞങ്ങളുടെ ഒരു ട്രസ്റ്റിൻ്റെ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ. ഭയങ്കര സന്തോഷം തോന്നി. അതിലൊരു ജാതിക്കാർ മാത്രമല്ല, ചില പ്രായമായ മറ്റുള്ളവരും ഉണ്ടായിരുന്നു. അവർക്കും കൊടുത്തു. അത് നൽകിയൊരു സന്തോഷം ഭയങ്കര സന്തോഷമാണ്. അവരത് ആ പ്രാർത്ഥനയ്ക്കായി പോകുമ്പോഴും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുമ്പം അവരുടേതെന്ന് അതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു സ്വകാര്യ സ്വത്തെന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ഒരു സന്തോഷത്തോടെ അവർ കൊണ്ടുപോകുന്നത് കാണാൻ. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട സന്തോഷം, ഒരു ലോട്ടറി കച്ചവടക്കാരനായ ചന്ദ്രശേഖരപിള്ള എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്നോട് മഹേഷാണ് പറഞ്ഞത്. ഞാനത് യൂസുഫ് അലിക്കായി അറിയിച്ചു. അദ്ദേഹത്തിൻ്റെ ടീം പൂർണ്ണമായും വന്ന് ആ വിശുദ്ധ റമദാൻ്റെ അവസാന ദിവസങ്ങളിൽ ഈ ചന്ദ്രശേഖരപിള്ളയ്ക്ക് ഒരു മുച്ചക്ര വാഹനം വാങ്ങി നൽകി. അയാളുടെ ഉപജീവന മാർഗത്തിന് അത് ഉപയോഗിക്കുന്നു എന്നുള്ളത് എന്നും ഓർക്കുന്ന സന്തോഷങ്ങളിലൊന്നാണ്, ഈ റമദാനെ അടയാളപ്പെടുത്തിയ സന്തോഷങ്ങളിലൊന്നാണ്. നാലാമത്തേത്, ഒരു മാർഗവുമില്ലാതെ അകാലത്തിൽ മരണപ്പെട്ടു പോയൊരു സഹോദരി ഉണ്ടായിരുന്നു. എൻ്റെ വീടിൻ്റെ അടുത്താണ്. ഒരുപാട് ആളുകൾ അവസാന ഘട്ടത്തിലൊക്കെ സഹായിച്ചു അവരെ. പക്ഷേ അനാഥമായി പോയ കുഞ്ഞുങ്ങളും ഒരു വൃദ്ധയായ ഉമ്മയും ഒരു ബേസ് ബോർഡ് അടിച്ച പെട്ടിയിലാണ് ഒരു വീട് പോലെ അതിൻ്റെ അടുത്തുള്ള ഒരുപാട് വലിയ കോൺക്രീറ്റ് വീടുകളുടെ നടുവിൽ ജീവിക്കുന്നത്. അവർക്ക് നമ്മുടെ അറേബ്യൻ ജുവലേഴ്സിൻ്റെ ഷെഫീഖ് എന്ന എൻ്റെ അനുജ സുഹൃത്ത് ഒരു നല്ല വീട് വിത്ത് ഓൾ ഫെസിലിറ്റീസ് 2.5 ലക്ഷം രൂപയ്ക്ക് വെച്ച് നൽകാനായിട്ട് സന്നദ്ധമായി. അതിൻ്റെ പണി പുരോഗമിക്കുന്നത് കാണുന്നതും ഈ റമദാനിലെ വലിയൊരു സന്തോഷമാണ്. ഇതൊക്കെയാണ് ഈ റമദാനിൽ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച, മനസ്സ് നിറച്ച നന്മകൾ. ഇത്തരം നന്മകളിൽ നിങ്ങളും കഴിയുന്നവരൊക്കെ പങ്കാളികളാവണം. ഭാവിയിൽ നിങ്ങളുടെ നാട്ടിലോ, എന്നോടൊപ്പം വേണമെന്നൊന്നുമില്ല, നാട്ടിലോ എവിടെയെങ്കിലുമൊക്കെ ഇതൊക്കെ കാണുന്നതും ഇതൊക്കെ ചെയ്യുന്നതിനേക്കാൾ വലിയ സന്തോഷം, സമ്പന്നത, ആ സന്തോഷത്തിൻ്റെ കോടീശ്വര പദവിയേക്കാൾ വേറെന്താണ് വലുതായിട്ടുള്ളത്? പ്രാർത്ഥിക്കുക, അതൊക്കെ സഹായിച്ചവർക്ക് നന്മയുണ്ടാകാനും ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാനും. ഒപ്പം എൻ്റെ മർഹൂം മൗലവി ഖത്തീബ് മെമ്മോറിയൽ ട്രസ്റ്റ് എന്ന് പറയുന്ന ആ കൂട്ടായ്മയുടെ എല്ലാ സുഹൃത്തുക്കളെയും